ഗൈസ് ഞങ്ങൾ അവിടെ എത്താന്ന് പറഞ്ഞ ടൈം 5 മണിയാണ്. ഇപ്പൊ സമയം എത്രയാണെന്ന് അറിയോ? എത്രയാണ് 5 സമയം? ഇപ്പോൾ 5:05. ഇനിയിപ്പോ രാജനെ വിളിച്ചിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് പോകണം. എന്തായാലും ഒരു 5:30 5:45 സമയം. കാരണം ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. പെട്ടെന്ന് എത്തും. കളിക്ക് ഇമ്പോർട്ടൻ്റ് 2 മിനിറ്റ് കൊണ്ട് മാക്സിമം ഊതുക. 1 മിനിറ്റ് കൊണ്ട് മാക്സിമം ഊതുക. ഇവര് വേണ്ടാവോ? വരുന്ന ആൾക്കാർക്കുള്ള ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്നാണ് 2 റൂട്ട് വരാം. പാലക്കാട് പൊള്ളാച്ചി വഴിയും വരാം, അല്ലാന്ന് പറഞ്ഞാൽ പാലക്കാട് ചിറ്റൂര് കയറിയും വരാം. രണ്ടും കുഴപ്പമില്ല, നല്ല റൂട്ട് തന്നെയാണ്. കുറച്ചുകൂടെ ബെറ്റർ പറയുന്നത് പാലക്കാട് പൊള്ളാച്ചി റൂട്ട്, അതായത് വണ്ണാമട പൊള്ളാച്ചി റൂട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ണാമട എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചോദിച്ചാൽ മതി. കുന്നംപിടറി ഹിൽസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നംപിടറി ഹിൽസ് അവർ പറഞ്ഞു തരും എവിടെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ പിന്നെ വരാവുന്നത് തമിഴ്നാട് റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ തന്നെയാണ്. പൊള്ളാച്ചി വണ്ണാമട വന്നിട്ട് പാലക്കാട് പോകുന്ന റൂട്ട് ബസ് റൂട്ടിലേക്ക് വരിക, എന്നിട്ട് അവിടെ വന്ന് ചോദിച്ചാൽ മതി. പിന്നെ മാപ്പിൽ ലൊക്കേഷൻ കൊടുത്താൽ മതി. കറക്റ്റ് നമ്മുടെ മാപ്പ് ലൊക്കേഷൻ കറക്റ്റ് ആണ്. നമ്മൾ എന്തായാലും അക്യുറേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുമല്ലോ. അപ്പോൾ നമ്മൾ പോയി നോക്കിയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് പറയും. പിന്നെ പോയിട്ട് ഇത്രയും വെർത്താണോ, ഒരു ദൂരത്ത് നിന്ന് വന്ന് കാണാനുള്ള അത്രയും വെർത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പോയിട്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള റിവ്യൂ പറയുമല്ലോ. നിങ്ങൾ പോകും വഴി എവിടെയാണ് കണ്ടു പറഞ്ഞാൽ മല എത്തിയപ്പോഴാണ് ഓരോ പേർക്ക് സ്ഥലം. ഇനിയാണ് നമ്മള് സ്ഥലങ്ങളെ വ്യൂ ഒക്കെ കറക്റ്റ് ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ട് വേണം അതിൽ ഏതാണ് മല എന്നാണ് ചേച്ചിയോട് ചോദിച്ചോ. എന്താ സ്ഥലം? കുന്നംപിടറി ഹിൽസ്. എന്താ കുന്നംപിടറി ഹിൽസ്? மலையில் இங்கே வந்துட்டீங்க. நீங்க அப்படி போய் அந்த வண்ணாமர ரோட்ல முன்னாலேயே அந்த கடை ஒன்று இருக்குல்ல, കുന്നംപിടറി എങ്ക? அதான் இதுதானாச்சு. அதுதான். அப்ப ஏற ரூட் எப்படி? ரோட் பெனாங்கோயில் போய் வரணும். அங்க ஸ்ட்ரைட்டா போணுமா? அந்த ஒரு கடை ஒன்று இருக்குது. ஆமா. நேரா போய் இப்படி திரும்பினீங்கன்னு வச்சுக்கோங்க, கொஞ்சம் போனீங்கன்னா போயிட்டே இருக்கும் முன்னாலேயே. ശരി അക്ക, അങ്ങ് പാക്കലോ. താങ്ക്സ് അക്ക, താങ്ക്സ്. திரும்பிட்டு പോകോ. മാപ്പ് നമ്മളെ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് മുഞ്ചിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടും. ആ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയുള്ള നമ്മുടെ തമിഴ് അക്ക പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകാനാണ് പറഞ്ഞത്. ആ വണ്ണാമട റൂട്ടിലെ ഒരു ഡയറക്ഷൻ റൂട്ട് ഉണ്ട്, അപ്പോൾ അത് അണ്ണൻ അറിയാം, ആ വഴി പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മാപ്പ് അണ്ണൻ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഞാനും ഇർഫാനും ഇതുപോലെ മാപ്പ് നോക്കി പോയിട്ട് ഒരു വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ടേക്ക് റൈറ്റ് എന്ന് പറഞ്ഞാണ്. ആകെ ഫ്രണ്ടിൽ വീട് മാത്രമേ ഉള്ളൂ. ഈ മലക്കാട്ടിന്റെ ബോർഡ് നിങ്ങൾ കാണുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ വഴി തെറ്റി. ഈ റോഡ് കണ്ടതിന് അങ്ങനെ തിരിച്ചു മലന്റെ പുറകു വശത്താണ് കൊണ്ട് അമ്മച്ചി കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് വണ്ണാമട റൂട്ട്, അതായത് നമ്മുടെ പാലക്കാടേക്ക് പോകുന്ന റൂട്ടാണ്. പാലക്കാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ റൂട്ട്. ഇവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ബോർഡ് കാണും. ഇവിടെ പ്രത്യേകിച്ച് മലയാളത്തിലൊന്നും എഴുതിയിട്ടില്ല, തമിഴിലാണ് ബോർഡ് എഴുതിയിരിക്കുന്നത്. മലൈക്കോവിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, മലൈക്കോവിൽ. ഗൈസ്, അപ്പോൾ ഈ ഹില്ലിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക്, പ്രദേശവാസികൾക്കൊക്കെ അത്യാവശ്യം അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ വരുന്ന സ്ഥലമാണ്. നമുക്കാണ്, ദൂരമുള്ള ആൾക്കാർക്കാണ് വലിയൊരു ഐഡിയ ഇല്ലാത്തത്. നല്ല കാറും കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്, അമ്പലമൊക്കെ ആയതുകൊണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ സമയമൊക്കെ ഒന്ന് ഇരുട്ടി തുടങ്ങി. ഒരു അന്തരീക്ഷം ഇനി വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ദേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു കണ്ടില്ലേ, നല്ലൊരു ഫാമാ തോന്നുന്നുണ്ട്, പശുത്തൊഴുത്തും കാര്യങ്ങളാ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
പിന്നെ മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു തമിഴ് കൾച്ചറായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ കൂടുതലും തമിഴ് കൾച്ചറിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ബോർഡറായി. അപ്പോൾ ഈ അമ്പലം എന്ന് പറയുന്നതും തമിഴ് കൾച്ചറിലുള്ളൊരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും തമിഴ് പീപ്പിൾസിനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫാമിലിയായിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ പരിപാടിയും കാര്യങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. സാധാരണ ഇത്ര തിരക്കുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇവിടെയുള്ള പരിസരത്തിലുള്ള ആരോടെങ്കിലും ചോദിക്കുക എങ്ങനെയാണ് ഇവിടെ തിരക്കും കാര്യങ്ങളെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ചോദിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ സ്ഥലം എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ഈ സ്ഥലത്തേക്ക് നേരത്തെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഞാനും വേറെ എൻ്റെ ഒരു ഏട്ടനും കൂടെ വന്നിട്ടുണ്ടായിരിക്കാം. എന്താ അജുങ്ങട്ടെ, അതായത് നമ്മൾ വഴി അറിയാണ്ട് അവിടെ കിടന്ന് റോട്ടിൽ കിടന്ന് കറങ്ങുമ്പോൾ പോലും ഈ അടുത്ത് എത്തിയിട്ട് പോലും 2 തവണ വന്നിട്ട് ആ സ്ഥലം അറിഞ്ഞിട്ടില്ല. ഞാനിത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ അമ്പലമാണ് മെയിനായിട്ട്. വല്ല നേർച്ചയും കാര്യങ്ങളും എന്തൊക്കെ നടക്കുന്ന അമ്പലമാണ്. അന്ന് പറയുമ്പോൾ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാവശ്യം ഇതിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയി. ഇപ്പോൾ കണ്ടോ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അത്യാവശ്യം നല്ല കാണാൻ പറ്റിയ സ്ഥലമാണ്. നല്ല അവിടെ തമിഴ്നാട് സൈഡൊക്കെ നമുക്ക് കാണാൻ നല്ല 360 വ്യൂ, ഡിഗ്രി മറ്റേ വ്യൂ ആണ്. അടിപൊളി കാര്യങ്ങളാണ്. ഇപ്പോൾ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, കയറാനൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് കയറാം. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. കാരണം എന്താ ഈ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, നമുക്ക് ഈ ആ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റാണ്. നമുക്കൊരു കാമായിട്ടുള്ള സ്ഥലമാണ്. ഫുള്ളും എന്താ പറയുക, കുറച്ച് മൃഗങ്ങളും അതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് എക്സാക്ട് ഒരു തമിഴ്നാട് വൈബ് തന്നെ കിട്ടുന്നുണ്ട്. കേരളത്തിലാണെന്നൊന്നും പറയില്ല. അത് ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതാ കുറേ ഇതാ കാണാൻ നല്ല അതല്ലേ, അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല എക്സാക്ട് അടിപൊളി പ്ലേസ് ആണ്. അങ്ങനെ കുന്നംപെട്രി ഹിൽസ് കയറി കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആ സ്റ്റെപ്പോടെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കുറച്ചുകൂടെ അങ്ങോട്ട് കയറാനുണ്ട്. നമുക്കിനി നേരെ കയറാം. ഗൈസ് ഇതേ അവിടെ കാണുന്നുണ്ട്, കണ്ണിൽ കാണുന്നുണ്ട്. അവിടെ കണ്ടിട്ട് ഒരു കാർ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക്. ഇതേ കണ്ട കാണുന്നുണ്ടോ? ഇതാ അവിടെ ഒരു കാറുണ്ട്. കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. അതാണ്ട് അവിടെ കാറിന് അതല്ല കാണുന്നുണ്ട്. ചെറുതായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഗൈസ് ഇതേ ഇവിടെ നോക്കൂ, വേണ്ട ഫുള്ളെന്ന് പറഞ്ഞാൽ തെങ്ങാണ്. നമ്മുടെ ചുറ്റും 360 ഡിഗ്രി നമുക്ക് തെങ്ങാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താണ്ടില്ലേ ഇനി കുറച്ചുകൂടെ കയറാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വ്യൂ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ കാണാനായിട്ട്. കമോ ഗായ്സ്, അപ്പോൾ ഇവിടെ കുറച്ച് റിസ്ക് ആണ്. ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്പലത്തിൽ. അപ്പോൾ കയറുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കയറണം. ഇപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും അത് കയറിക്കോ. ഇറങ്ങുമ്പോഴാണ് പക്ഷെ അന്നത്തെ കാറ്റ് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇത് കുറച്ച് റിസ്ക് ആണ്. കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം. ചിലപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ എനിക്കിത് പണി തീരുമായിരിക്കും അല്ലേ? ഇർഫാൻ മറ്റേ സാഹസിക യാത്രയിലൂടെയാണ്. ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അമ്പലത്തിന്റെ ആവശ്യങ്ങളാണ്. അത്യാവശ്യം ഹെവിയാണ്. സൂര്യൻ ഇപ്പൊ അസ്തമിക്കുന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, സൂര്യൻ്റെ അസ്തമയം വളരെ പെട്ടെന്നായിരിക്കും. പക്ഷേ ഈ ഒരു വെളിച്ചമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിനൊരു ഭയങ്കര പീസ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഭയങ്കര വാമായിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിനൊരു പ്രശ്നമില്ല, ഭയങ്കര സമാധാനത്തിലിരിക്കാം. ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്. ഫാമിലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തായാലും ചിലപ്പോൾ കോപ്പറേറ്റ് അടിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇത് കണ്ടില്ലേ
എവിടെ നിന്ന് എടുത്താലും പിന്നെ അത്യാവശ്യം നല്ല നല്ല പിക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് ബെസ്റ്റാണ്. ഈ ഒരു ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നാച്ചുറൽ ലൈറ്റിൽ തന്നെ അടിപൊളിയായിട്ടുള്ള പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൊക്കേഷനാണ്, നല്ല സ്റ്റിൽസ് നമുക്ക് കിട്ടും. മെഡിറ്റേഷൻ നമുക്ക് ഉദ്ദേശിച്ചത് അതായത് വൈകിട്ട് നമുക്ക് ഈവനിങ് വന്ന് പീസ്ഫുള്ളായി ഇരിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യുക, അതെ കാമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ലൊരു ഫീലാണിത്. കാരണം നമുക്ക് നല്ലൊരു ഫീലാണിത്. ഈവനിങ് വരണം, പിന്നെ രാവിലെ നേരത്തെ ഒരു 6:30 ആ സമയത്തൊക്കെ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്താ അഭിപ്രായം? Nothing. Just amazing. സ്ഥലം കുഴപ്പമൊന്നുമില്ല, നൈസാണ്, നല്ലൊരു വൈബാണ്. അതായത് ഒരു ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു, ഒരു 5 മണിക്ക് ശേഷമൊക്കെ വരാൻ പാടുള്ളൂ എന്നുള്ളത്. ആ പറഞ്ഞത് കറക്റ്റാണ്. അതിന് മുമ്പ് വന്ന് എന്തായാലും നല്ല വെയിലുണ്ടാവും, അപ്പോൾ പറ്റുന്ന സ്ഥലമല്ല. എന്തായാലും 5 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. മെയിനായിട്ട് ഇവിടെ അട്രാക്ഷൻ പറയുകയാണെങ്കിൽ ചെറിയൊരു കാറ്റും, എത്ര കാറ്റുണ്ടാവും അറിയില്ല, നല്ലൊരു നല്ല സമാധാന അന്തരീക്ഷമാണ് അവിടെ. പിന്നെ ആ സൂര്യനൊക്കെ കാണുന്ന ഒരു സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കാണാൻ. പിന്നെ വരാവുന്നതാണ് ഫാമിലിയായിട്ട്, എല്ലാവരും ഇപ്പോൾ ഫുള്ള് ഇവിടെ ഫാമിലീസാണ്, ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. വലിയ അങ്ങോട്ട് കയറ്റം പറയാനൊന്നുമില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്ഥലം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, വൈബാണ്. ഇരുട്ടായി തുടങ്ങിയപ്പോൾ കണ്ടില്ലേ, താഴേക്ക് വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഒരു ഫാമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതല്ലേ ഗൈസ്, ഇവിടെ ഇങ്ങനെ മൊത്തം ടൗൺ ആയിരുന്നുണ്ടെങ്കിൽ ചുറ്റും നമ്മുടെ ചുറ്റും വെളിച്ചമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഫുള്ള് എന്താ പറയുക, തോട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചവും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഫുൾ ഇരുട്ടായിരിക്കും. അപ്പോൾ ദൂരെ ദൂരെ നമുക്ക് എന്തൊക്കെയോ കണ്ടില്ലേ, കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ മിന്നി കളിക്കുന്നുണ്ട്. ഇതേ ആവാത്തൊക്കെ ആയിട്ട് കണ്ട്, ഇതാടെയൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് എന്താണെന്ന് അറിയുന്നില്ല, നമുക്ക് കണ്ണിൽ പോലും ക്ലിയറായി കാണുന്നില്ല. ഇതേ ഉണ്ട്, ഇതാ ഇവിടെ കണ്ടില്ലേ, ഷാറൂഖ് ഖാനാവാൻ നോക്കിയാണ്. യേശു ക്രിസ്തു മറ്റേ കുരിശിലേറ്റിയ പോലെ ഉണ്ട്. മോഹൻലാൽ ഫാൻ ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം പിന്നെ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുക, കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കുക, കുറച്ചിങ്ങനെ സംസാരിച്ചിരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതേ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി, എല്ലാ ആൾക്കാരും ഫാമിലി എല്ലാവരും പോകാനൊക്കെ തുടങ്ങി. നേരം ഇരുട്ടി, നമ്മുടെ ഇതുണ്ടല്ലേ വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇവിടെ കാഴ്ചകളൊന്നും കാണാനില്ല. ജസ്റ്റ് ഒരു ഈവനിങ് വരിക, ഫാമിലി ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഫാമിലി വ്ളോഗുമായി വീണ്ടും വരുന്നതായിരിക്കും, ചലഞ്ച് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം ഇരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ബൈ എന്ന് പറയും. അണ്ണാ ബൈ എന്ന് പറ. ക്ലിയർ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ. Weathering with you, your name. എന്തിനാണ് ഇവിടെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇരുട്ടായാലും നമുക്ക് എന്താ പറയാ, ഒരു സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ. പക്ഷേ ഞാൻ ഈ ക്യാമറ നോക്കി നടന്ന് എവിടെയും പോയി വീഡിയോ എന്നാണ് പേടി. അല്ലേ നമുക്ക് ഫുള്ളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആൾക്കാരൊക്കെ വന്ന് പോകാനായിട്ടുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ സാധനം ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അമ്പലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനില്ലാതെ വരാം. അപ്പോൾ ഞങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങുന്നത്. 2 ചേട്ടന്മാരുണ്ടായിരുന്നു, അവരും കഴിഞ്ഞു, അവരും പോയി. വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൈസ് ഇപ്പോൾ എന്താണ് ഇങ്ങനെ വെളിച്ചെന്നല്ലേ, എൻ്റെ നത്തിങ് ഫോൺ 1 വെളിച്ചം പട്ടിഷോയാണ്, നിങ്ങളാരും കേൾക്കണ്ട. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫോൺ. അതായത് ഐഫോണിനേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൊബൈലാണ്. കാരണം എനിക്ക് നത്തിങ്ങിൻ്റെ പ്രൊമോഷൻ അല്ല, പക്ഷേ നത്തിങ് അടിപൊളി മൊബൈലാണ്, ഭയങ്കര അടിപൊളി മൊബൈലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൊബൈലാണ്. ഫോട്ടോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ബെസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൊബൈലാണ്. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ എന്തായാലും എടുക്കുക. അതിന് ഗ്യാരണ്ടി വേണമെങ്കിൽ ഞാൻ തരാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ ഓക്കെ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടാവും ലാൻഡില്ലേ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടല്ലേ. കാണണ്ടടാ, കാണുന്നുണ്ട് ഒരു പക്ഷിയും പറന്നുകൊണ്ട്. ഇനിയിപ്പോൾ അതാണ് തെറ്റിയിരിക്കരുത്. ഗായ്സ് നമ്മുടെ വണ്ടി കണ്ടില്ലേ ഫുൾ ഇരുട്ടത്താണ്. ഏയ് ഓക്കെ, നമുക്കിനി വണ്ടിയിൽ കയറുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, Then I got a big boy, kannum pooty paadum is the brown color chip. My pillar trip, right from the top, boy, that the legit. What's the chain on your neck, boy, car pirate. Just in case when you hit, boy, car delete. Hey, boy, you're a bang, Malapari gang. I'm a charity, boy, come with chulli manum. Pooty, chitte, anju pattum mangum. Then I got a big boy, kannum pooty paadum is the brown color chip. My pillar trip, right from the top, boy, that the legit. What's the chain on your neck, boy, car pirate. When you hit, boy, got legit. അതല്ല ലൈറ്റ് ഇട്. ഓക്കെ ഗൈസ് ബൈ, ഞാൻ പോണു, എനിക്ക് ക്ലാസ് ഉള്ളതാണ്. ശരി ബൈ. ഗൈസ് അങ്ങനെ നമ്മുടെ രാജപ്പൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് നമ്മുടെ എന്താണ് ഷാനോക്ക്, അതായത് നമ്മുടെ കാഞ്ചനയുടെ ബർത്ത്ഡേ ആണ്. അതാണില്ലേ നമ്മളിപ്പോൾ ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് ഒരു ഡയറി മിൽക്ക് കൊടുക്കാം. അപ്പോൾ ഇർഫാൻ ഇതിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇർഫാൻ എന്താ സ്കൂട്ടിയിലെത്തി. നമ്മുടെ സിംഗ് ഇവിടെ വർക്കിലാണ്. ഇതാ ഹാപ്പി ബർത്ത്ഡേ. Thank you. Many 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 happy returns of the day. Thank you, thank you, thank you, thank you. എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. താങ്ക് യു. എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ റീഷൂട്ട് ചെയ്താണ്, റെഡി ആയിട്ട് നിൽക്കായിരുന്നു. ആക്ച്വലി ഇവിടെ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ട്. എത്ര വയസ്സ് അത് പറയാൻ പാടില്ല അല്ലോ, വയസ്സിന് പ്രസക്തി ഇല്ല. ഇതിന് മുന്നുള്ള വയസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ജീവിതം? പ്രത്യേകിച്ചൊന്നും ഇല്ല. വർഷം പോയതിന് എത്ര വട്ടമാണ്. 2023-24 ആയതുപോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും എല്ലാവരും കമന്റിൽ നമ്മുടെ സിംഗത്തിനെ വിഷ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബൈ ബൈ.